കാവ്യയുടെ കണ്ണിൽ മാധവൻ ഒരു സക്സസ്ഫുൾ ഹസ്ബൻഡ് അല്ല. അവനൊരു അലവലാതിയാന്നേ. കുടിക്കാൻ അവന്റെ കാശുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഗോവയിലോ സിംഗപ്പൂരോ ഒരു വീക്കെൻഡെങ്കിലും അവളെ കൊണ്ടുപോയിട്ടുണ്ടോ സാറിന് ചോദിച്ചു നോക്കിക്കേ. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു 4 ആളെ വിളിച്ചു വരുത്തി ഒരു വെൽവെറ്റ് കേക്ക് കെട്ടാൻ അവന്റെ കാശില്ല. എന്തിന്? മാസം തോറും ആ ജയലക്ഷ്മിയിലോ ഷീമാട്ടിയിലോ കൊണ്ടുപോയി ഒരു 10-20 സാരി. അതിന് പോലും ആ കഞ്ഞിയെ കൊണ്ട് കഴിയുന്നില്ല. ഭർത്താവാണത്രേ. ഇതുവരെ മൾട്ടിപ്ലക്സിൽ കൊണ്ടുപോയി ഒരു സിനിമ കാണിച്ചിട്ടുണ്ടോന്ന് വക്കീലൊന്ന് ചോദിച്ചു നോക്കി. അതുമല്ല, കാവ്യമോള് ഹോസ്പിറ്റലിലെ ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് അവന്റെ അടുക്കള കിടന്ന് നരകിക്കുക. അപ്പോ കിടപ്പ് അടുക്കളയിലാണ്. രാത്രിയിൽ അവന് കഞ്ഞിയെ ഇറങ്ങൂ. അത് കുടിക്കാമോ? ഷുഗർ അല്ലേ? കഞ്ഞി ബെസ്റ്റ് അല്ലേ? കഞ്ഞി കുടിച്ചിട്ട് ഇതുവരെ ഒരു മലയാളി മരിച്ചിട്ടില്ല. വെഡിങ് ആനിവേഴ്സറിക്ക് 2000 ബക്സിന്റെ ബട്ടർ കേക്ക് വാങ്ങിച്ച് കട്ടിയാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. ലുലു മാളിലും ഷീമാട്ടിലും മാസം കൊണ്ടുപോയി 25,000 രൂപ സാരി വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. അമ്മായിയമ്മക്ക് സീരിയൽ കാണാനും ഭാര്യക്ക് സ്റ്റാർ TV കാണാനും 2 TV വാങ്ങാൻ പാങ്ങില്ലാത്തവനെ കഞ്ഞി എന്ന് വിളിച്ച് അവമാനിക്കരുത്. അടുക്കള കൊട്ടാരമാക്കാനും ഭാര്യ ഐശ്വര്യ റോയെ പോലെ അണിയിച്ചൊരുക്കാനും പാങ്ങില്ലാത്തവൻ ദണ്ണം വരുമ്പോ കുടിക്കും. അവരുടെ സങ്കടത്തിന്റെ നീളമാണ് ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ കാണുന്ന നീണ്ട ക്യൂ. കാവ്യ ഭർത്താവിനെ മനസ്സിലാക്കണം. വിജയിച്ച ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതല്ല ഈ ഭൂമി. തോറ്റുപോയ ഭർത്താക്കന്മാർക്കും ഇവിടെ ജീവിക്കണം. കാവ്യ ഒരു നേഴ്സല്ലേ. മദ്യപാനം ഒരു രോഗമാണ്. രോഗിയെ ഉപേക്ഷിക്കലല്ല, ശുശ്രൂഷിക്കലാണ് നഴ്സിന്റെ ഡ്യൂട്ടി. വല്ലവരുടെയും വാക്കുകേട്ട് ദാമ്പത്യം വെട്ടിമുറിക്കുമ്പോൾ മുറിവേൽക്കുന്നത് നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനുമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം.